നമസ്കാരം. ധാരസ് PXC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കണ്ടൻറ്റ് LDC, LP, UP, LGCന് വേണ്ടിയുള്ള ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ വരുന്ന ഭൂപ്രകൃതി എന്ന കണ്ടൻറ്റാണ് വരുന്നത്. ധാരാളം ക്വസ്റ്റ്യൻസ് ജോഗ്രഫിയിൽ നിന്നും വരാറുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടൻറ്റ് ടെക്സ്റ്റ് വൈസ് ഉള്ളൊരു കണ്ടൻറ്റാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. അത് നോക്കാം. ഭൂപ്രകൃതി ആണ് ബേസിക് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. 1, ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ എന്നിവയാണ് ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങൾ. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിക്കാം. പക്ഷേങ്കിൽ പ്രസ്താവന രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് തോന്നാം, ഇങ്ങനെയും പഠിച്ചു വയ്ക്കാം. ഓക്കെ, നെക്സ്റ്റ്, ഹിമാലയം എന്ന വാക്കിന് അർത്ഥം എന്താണ്? മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നാണ്. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയുണ്ട്? എത്ര എണ്ണമാണ്? 11 എണ്ണമാണ്. ഇനി ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഉത്തരപർവ്വത മേഖലയിൽ അവിടെ പർവ്വതങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ 3 തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയോ? 1, ട്രാൻസ് ഹിമാലയം. ഉത്തരപർവ്വത മേഖലയിൽ പർവ്വതങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3 ഭാഗമായി തിരിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണ്? 1, ട്രാൻസ് ഹിമാലയ നിരകൾ എന്ന് പറയും. അടുത്തത് ഹിമാലയൻ നിരകളാണ്. അടുത്തത് പൂർവാചൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് മലനിരകൾ എന്ന് പറയും. 1, ട്രാൻസ് ഹിമാലയൻ നിരകൾ, 2, ഹിമാലയൻ നിരകൾ, മൂന്നാമത്തെ എന്താണ്? പൂർവാചൽ അല്ലെങ്കിൽ എന്താണ്? വടക്ക് കിഴക്കൻ മലനിരകൾ എന്ന് പറയും. ഇതാണ് ഇത് ഉത്തരപർവ്വത മേഖലയിൽ കാണപ്പെടുന്ന ഡിവിഷനുകൾ. 3 വിഭാഗങ്ങളുണ്ട് അവിടെ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? 1 അറിയാമല്ലോ നിങ്ങൾക്ക്, ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മ്യാൻമാർ, അല്ലേ? ഇന്ത്യയുമായി അല്ലെങ്കിൽ ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മ്യാൻമാർ എന്നിവയാണ്. ഇനി ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എത്രയാണെന്നറിയോ? 2 എണ്ണേ ഉള്ളൂ. എത്ര എണ്ണമുണ്ട്? 2 എണ്ണേ ഉള്ളൂ. കേന്ദ്രഭരണ പ്രദേശങ്ങൾ 2 എണ്ണേ ഉള്ളൂ. കേന്ദ്രഭരണ പ്രദേശം എത്ര വരുന്നുള്ളൂ? 2 എണ്ണ. ഏതൊക്കെയാണ്? ജമ്മു കാശ്മീരും ലഡാക്കുമാണ്. അടുത്തത്, ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ഇനി ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാളാണ്. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇത്. പശ്ചിമ ബംഗാൾ LPക്ക് ചോദിച്ചിട്ടുള്ള, അല്ലേ? LPക്ക് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഹിമാലയ പർവ്വതം മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. അടുത്തത്, ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയുണ്ട്? 1, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഏതൊക്കെയാണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇത് 3 എന്താണ്? ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വത നിരകളാണ്. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഇത് 3 എണ്ണം പഠിക്കുക. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി ഹിമാദ്രി എന്താണെന്ന് നോക്കാം. എന്താണ് ഹിമാദ്രി എന്ന് പറയുന്നത്?
ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ആരാണ്? ഹിമാദ്രിയാണ്. ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ആരാണ്? ഹിമാദ്രിയാണ്. ഇനി ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര ആര് തന്നെയാണ്? വടക്കേ അറ്റത്ത് കാണുന്ന പർവ്വതനിര ആരാണ്? ഹിമാദ്രിയാണ്. ഇനി ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്ന ഇവിടെ തന്നെയാണ്? ഹിമാദ്രിയിലാണ്. ഹിമാലയത്തിലെ ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്ന ഇവിടെയാണ്? ഹിമാലയത്തിലാണ്. ഇനി ഹിമാലയത്തിന് നട്ടെല്ലെന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹിമാദ്രിയാണ്. അപ്പോൾ ഹിമാദ്രിക്ക് ഇത്ര വിശേഷണങ്ങൾ ഏതൊക്കെയുണ്ട്? ഒന്ന്, ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടി പർവ്വതനിരയാണ്. അതുപോലെ ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിരയാണ്. അതുപോലെ ഹിമാലയത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. അതുപോലെ ഹിമാലയത്തിൻ്റെ നട്ടെല്ലാരാണ്? ഹിമാദ്രിയാണ്. ഈ നട്ടെല്ലും ചോദിച്ചേക്കുന്നൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. നെക്സ്റ്റ്, ലോകത്തിലെ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലേ. 8850 മീറ്റർ ആണ് അല്ലേ. 8848 എന്നാണ് അവിടെ കൊടുക്കുക. ഈ 9 ഇല്ല കേട്ടോ. 8848 നമ്മൾ സാധാരണ നേരത്തെ പഠിച്ചു വന്നേക്കുന്നത്. ഇപ്പോൾ 8850 മീറ്ററും പറയുന്നുണ്ട്. ഓക്കെ. ഇനി എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ്? അറിയാം, നേപ്പാൾ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനാരാണ്? ആദ്യ ഇന്ത്യക്കാരൻ അവതാർ സിംഗ് ചീമ. അവതാർ സിംഗ് ചീമയാണ് എവറസ്റ്റ് കീഴടക്കിയത്. ഇനി മൗണ്ട് എവറസ്റ്റ് ആദ്യമേ കീഴടക്കിയത് ആരാണ്? അറിയാം, എഡ്മണ്ട് ഹിലാരിയും പിന്നെ ടെൻസിംഗ് നോർഗെ. എഡ്മണ്ട് ഹിലാരിയും ടെൻസിംഗ് നോർഗെയുമാണ് എവറസ്റ്റ് കീഴടക്കിയത് അല്ലേ, 1953. ഇനി എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരനാരായിരുന്നു? അവതാർ സിംഗ് ചീമ. ഇനി വരുന്നത് ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ഹിമാചൽ അല്ലേ. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്ന് പറയാം. അപ്പോൾ ഹിമാദ്രിക്കും സിവാലിക്കും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്നത് എന്താണ്? ഹിമാചലാണ്. ഇനി പറഞ്ഞാൽ ഹിമാചൽ പർവ്വതത്തിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? സുഖവാസ കേന്ദ്രങ്ങൾ, അതായത് ഹിമാചൽ പർവ്വതനിരയിൽ കാണപ്പെടുന്ന സുഖവാസ കേന്ദ്രങ്ങൾ അറിയുമോ ഏതൊക്കെയാണെന്ന് പറയാം. ഡൽഹൗസി ഉണ്ട്, അതുപോലെ നൈനിറ്റാൾ ഉണ്ട് അല്ലേ. ഡൽഹൗസി ഉണ്ട്, പിന്നെ നൈനിറ്റാൾ, അതുപോലെ ഡാർജിലിങ്, പിന്നെ മസൂറി. അപ്പോൾ ഡൽഹൗസി, നൈനിറ്റാൾ, ഡാർജിലിംഗ്, മസൂറി എന്നിവ ഇവിടെ കാണുന്നതാണ്? ഹിമാചലിൽ കാണപ്പെടുന്ന അല്ലേ, ഹിമാചൽ പർവ്വതനിരയിൽ കാണപ്പെടുന്ന പ്രസിദ്ധങ്ങളായ സുഖവാസ കേന്ദ്രങ്ങളാണ്. ഇനി ഇവിടെ സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്ന് പറഞ്ഞ ആരാണ്? മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി ആരാണ്? മസൂറിയാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജ്ഞി എന്ന് പറയുമ്പോൾ എപ്പോഴായിരിക്കണം? കൊടൈക്കനാലാണ് അല്ലേ. കൊടൈക്കനാൽ. റാണി മസൂറിയും രാജ്ഞി കൊടൈക്കനാലും ആയിരിക്കും. ഇനി വരുന്നത് അതുപോലെ കാംഗ്ര, കുളു, കാശ്മീർ, ഇതൊക്കെ താഴ്വരകളാണ്. ഇതെല്ലാം എവിടെ കാണപ്പെടുക? ഹിമാചലിൽ പെടുന്നവയാണ്. അതായത് കാംഗ്ര, കുളു, കാശ്മീർ എന്നിവ ഇവിടെ കാണുന്നു. ഇതെല്ലാം താഴ്വരകളാണ്. അതെവിടെ കാണുക? ഹിമാചലിൽ കാണപ്പെടുന്നുണ്ട്. ഇനി ഹിമാചൽ പർവ്വതനിരയിലെ പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രം ഇവിടെ ഉണ്ടല്ലോ. ഡൽഹൗസി, നൈനിറ്റാൾ, ഡാർജിലിംഗ്, മസൂറി അല്ലേ. ഇപ്പോൾ പറഞ്ഞിരുന്നു കാംഗ്ര, കുളോ, കാശ്മീർ പറഞ്ഞില്ലേ, താഴ്വര. അതിൽ വരുന്ന ദൈവങ്ങളുടെ താഴ്വരയാണ് കേട്ടോ ഇത്. താഴ്വര, ദൈവങ്ങളുടെ താഴ്വര എന്താണ്? കുളു എന്നാണ്. ദൈവങ്ങളുടെ താഴ്വര കുളുവാണ്. അതുപോലെ ഗ്രേറ്റ് ഹിമാലയൻ താഴ്വര എന്ന് പറയുമ്പോഴും ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, അതുപോലെ ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, മണികരൻ ഗെയ്സർ തുടങ്ങിയവയെല്ലാം ഇവിടെ കാണുന്നത് കുളുവിലാണ് കാണപ്പെടുക. അപ്പോൾ ദൈവങ്ങളുടെ താഴ്വര കുളുവാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്ക്, മണികരൻ ഗെയ്സറൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. കേട്ടോ. അതൊക്കെ എവിടെയാണ്? കുളുവിലാണ്. കുളു താഴ്വരയിലാണ്. ഓക്കെ. അപ്പോൾ താഴ്വരകൾ ഏതൊക്കെ പഠിച്ചു നമ്മളിവിടെ? കാംഗ്ര, കുളു, കാശ്മീർ താഴ്വരകളാണല്ലേ. അതിവിടെ കാണുന്നു, ഹിമാചലിൽ കാണുന്നു. ദൈവങ്ങളുടെ താഴ്വര എന്താണ്? കുളുവാണ്. ഗ്രേറ്റ് ഹിമാലയൻ നാഷണൽ പാർക്കും മണികരൻ ഗെയ്സർ എന്നിവ ഇവിടെ സ്ഥിതി ചെയ്യുന്നു? കുളുവിലാണ് കാണുക. ഇനി അടുത്തത് വരുന്നത് മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്ന എന്താണ്? സിയാച്ചിൻ എന്നാണ് പറയുക.
മൂന്നാം ധ്രുവം എന്താണ്? സിയാച്ചിൻ. അതായത് ലോകത്തിലെ ധ്രുവപ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനികളാണെന്ത്? സിയാച്ചിൻ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തേത് എന്താണ്? ഫെഡ്ചെൻകോ എന്ന് പറയും. ഒന്നാമത്തേത് ഫെഡ്ചെൻകോ ആണ്. മൂന്നാം ധ്രുവം എന്നറിയപ്പെടുന്നത് എന്താണ്? സിയാച്ചിനാണ്. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് എവിടെയാണ് കാണുന്നത്? സിയാച്ചിനിലാണ് കാണപ്പെടുക. ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപ്പാഡ് കാണുന്നത് സിയാച്ചിനിലാണ്. മൂന്നാം ധ്രുവം സിയാച്ചിനാണ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വരുന്നത് ഹിമാലയത്തിലെ ജൈവ വൈവിധ്യം, പരിസ്ഥിതി, വനഭൂമി, വനവിഭവങ്ങൾ എന്നിവയുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാരും UNDPയും ചേർന്ന് ആരംഭിച്ച ഒരു പദ്ധതി ഏതാണ്? സെക്യൂർ ഹിമാലയ. അപ്പോൾ എന്തൊക്കെയാണത്? ഹിമാലയത്തിലെ ജൈവവൈവിധ്യം, പരിസ്ഥിതി, ജൈവവൈവിധ്യം, പരിസ്ഥിതി, വനഭൂമി, വനവിഭവങ്ങൾ ഇവയുടെയെല്ലാം സംരക്ഷണം ലക്ഷ്യമാക്കിയിട്ട് കേന്ദ്ര സർക്കാരും UNDPയും ചേർന്ന് ആരംഭിച്ച പദ്ധതിയാണ് സെക്യൂർ ഹിമാലയ. ഇനി ഹിമാലയത്തിലെ പ്രാദേശിക വിഭജനം നടത്തിയതാരാണ്? ഹിമാലയത്തിൻ്റെ പ്രാദേശിക വിഭജനം നടത്തിയതാരാണ്? സർ സിഡ്നി ബുറാഡാണ്. എന്ന് പറയും. സർ സിഡ്നി ബുറാഡാണ്. ഇനി അവ ഏതെല്ലാമാണ്? പ്രാദേശിക വിഭജനം നടത്തി സിഡ്നി ബുറാഡ് നടത്തി. അവ ഏതെല്ലാമാണെന്നറിയോ? ഒന്ന് പഞ്ചാബ് ഹിമാലയം, നെക്സ്റ്റ് വൺ ഏതാണ്? കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. പഞ്ചാബ് ഹിമാലയം അല്ലേ, കുമയൂൺ ഹിമാലയം, നേപ്പാൾ ഹിമാലയം, ആസാം ഹിമാലയം. പഞ്ചാബ് ഹിമാലയം എന്ന് പറയുമ്പോൾ സിന്ധു നദി മുതൽ സത്ലജ് വരെയുള്ള ഭാഗം. കുമയൂൺ ഹിമാലയം എന്ന് പറയുമ്പോൾ സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലാണ്. നേപ്പാൾ ഹിമാലയം കാളി നദിക്കും തീസ്ത നദിക്കും ഇടയിലാണ്. ആസാം ഹിമാലയമോ ടീസ്റ്റാ നദി അല്ലേ, ഏറ്റവും വേഗതയേറിയ ടീസ്റ്റാ നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലാണ് കാണപ്പെടുക. ഇനി ഇതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള യുദ്ധക്കളമായ സിയാച്ചിൻ സന്ദർശിച്ച ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. അപ്പോൾ സിയാച്ചിൻ സന്ദർശിച്ച പ്രധാനമന്ത്രി ആരാണ്? ഫസ്റ്റ് പ്രധാനമന്ത്രി ആരാണ്? മൻമോഹൻ സിംഗ് ആണ്. ഓക്കെ, അതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അതുപോലെ കുളു മണാലി താഴിലൂടെയൊക്കെ പോകുന്നൊരു നദിയുണ്ട്. ഏതാണത്? ബിയാസ് എന്ന് പറയും. കുളു മണാലി താഴ്വരയിലൂടെ പോകുന്ന നദി ഏതാണ്? ബിയാസ് എന്ന് പറയും. ബിയാസ് ആണ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? അറിയാമല്ലോ, ഗോഡ്വിനോസ്തിൻ അല്ലേ, മൗണ്ട് K2 ആണ്. നെക്സ്റ്റ് വൺ സിവാലിക്കാണ് അല്ലേ. സിവാലിക്കിന് എന്തൊക്കെ പറയാം? സിവാലിക് എന്ന് പറയുമ്പോൾ ഈ ഗോഡ്വിനോസ്തിൻ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗോഡ്വിനോസ്തിൻ മൗണ്ട് K2 അല്ലേ, 8611 മീറ്റർ ഉണ്ട്. അതുപോലെ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഏത് തന്നെയാണ്? കാഞ്ചൻജംഗ അല്ലേ, കാഞ്ചൻജംഗയാണ്. സിക്കിം കാഞ്ചൻജംഗയാണ്. പൂർണ്ണമായി ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗ. 8586 മീറ്ററാണ് വരിക. സിക്കിമാണ്. അതുപോലെ കാഞ്ചൻജംഗ ആൻസറായി വരുന്ന വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുതെന്ന വ്യവസ്ഥയോട് മാത്രം പർവ്വതാരോഹർ കയറ്റിവിടുന്ന കൊടുമുടിയാണേത്? കാഞ്ചൻജംഗ അല്ലേ. എൻ്റെ ശൃംഗത്തിൽ ചവിട്ടരുന്ന എന്ന വ്യവസ്ഥ കാണിച്ചിട്ട് ഉള്ളൊരു കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ് അല്ലേ. ശൃംഗത്തിൽ ഒരു കൊടുമുടിയിൽ ചവിട്ടാൻ പാടില്ല എന്ന് പറയുന്ന കൊടുമുടി ഏതാണ്? കാഞ്ചൻജംഗയാണ്. അതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സിവാലിക്ക് പറയാം. സിവാലിക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ശിവൻ്റെ തിരുമുടി എന്നാണ് സിവാലിക്കിനെ അറിയപ്പെടുക. ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പർവ്വതനിര അപ്പോൾ ഏതാണ്? സിവാലിക്കാണ്. ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്നത് ഏതാണ്? സിവാലിക്കാണ്. അതുപോലെ ഡൂൺസ് താഴ്വര അല്ലേ, ഡൂൺസ് എന്ന് പറയും. ഏറ്റവും വലിയ ഡൂൺ ഏതാണ്? ഡെറാഡൂൺ. ഏറ്റവും വലിയ ഡൂൺ എന്ന് പറയുമ്പോൾ ഡെറാഡൂൺ ആണ്. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ആണ്. ഡൂൺസ് താഴ്വരകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. അപ്പോൾ സിവാലിക്ക് എന്ന് പറയുമ്പോൾ ഒന്ന് ശിവൻ്റെ തിരുമുടി എന്നർത്ഥം വരുന്ന പദമുണ്ട്. അതുപോലെ ഡൂൺസ് താഴ്വര അല്ലേ കാണപ്പെടുന്നു. ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ആണ്. അതുപോലെ ഡൂൺസ് താഴ്വരയിൽ കാണപ്പെടുന്ന പ്രധാന വൃക്ഷമാണേത്? സാൽ മരങ്ങൾ. ശിവൻ്റെ തിരുമുടി അർത്ഥം വരുന്നുണ്ട്. ഡൂൺസ് താഴ്വരകൾ കാണപ്പെടുന്നു. അതുപോലെ ആ ഡൂൺസ് താഴ്വരയിൽ കാണപ്പെടുന്ന മരങ്ങളാണിത്? സാൽ മരങ്ങൾ. പ്രധാന വൃക്ഷങ്ങളാണിത് സാൽ മരങ്ങളെന്ന് പറയുന്നത്. ഇനി ഹിമാലയ നിരകളിൽ തെക്ക് ഭാഗത്ത് കാണുന്ന ഏറ്റവും ഉയരം കുറഞ്ഞ പർവ്വതനിര ഏതാണ്? ഭാബർ
ടെറായി എന്ന് പറയും. സിവാലിക് മലനിരകളിൽ ഹിമാലയൻ നിരകളിൽ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളാണ് ഏതൊക്കെ? ഭാബർ എന്ന് പറഞ്ഞാൽ. ഭാബറും ടെറായിയും ഒക്കെ തെക്ക് ഭാഗത്ത് കാണപ്പെടുന്നവയാണ്. ഇനി നോക്കാം, ദുധ്വ ദേശീയോദ്യാനം കാണുന്ന എവിടെയാണ്? ടെറായി ആണ്. ഈ ടെറായി ചോദിച്ചിട്ടുള്ളതാണ്. ദുധ്വ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഏതാണ്? ടെറായി ആണ്. അത് സിവാലിക് മലനിരകളിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? ടെറായി എന്ന് പറയുന്നത് അല്ലേ. ഭാബറും ടെറായിയും ഒക്കെ എവിടെയാണ്? സിവാലിക് മലനിരകളിൽ കാണപ്പെടുന്ന ഭാഗമാണേത്? ഭാബറും ടെറായിയും. ദുധ്വ ദേശീയോദ്യാനം കാണപ്പെടുന്ന എവിടെയാണ്? ടെറായിലാണ്. ഇനി ചുരങ്ങളെക്കുറിച്ച് നോക്കാം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ശരിക്കും ഏതാണ്? ബോലൻ ചുരം അല്ലേ, അറിയാവുന്നതൊക്കെ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്താണ്? ബോലൻ ചുരം അല്ലേ. ചുരങ്ങൾ നിങ്ങൾക്കറിയാം. നാഥുല ചുരം, ജൽപല ചുരം, ഷിപ്കില ചുരം. നാഥുല ചുരം എവിടെയാണ്? സിക്കിമാണ്. സിക്കിം രണ്ടെണ്ണം ഉണ്ട്, നാഥുല ചുരവും ജൽപല ചുരം. നാഥുല ജൽപല സിക്കിമാണ്. അതുപോലെ ഷിപ്കില റോഹ്താങ് ഹിമാചൽ പ്രദേശാണ്. ഹിമാചൽ പ്രദേശ്. അപ്പം നാഥുല ജൽപല സിക്കിം അത് പഠിച്ചു വെക്കുക. നാഥുല ജൽപല സിക്കിമാണ്. ഈ ചുരങ്ങൾ തന്നെ നോക്കാം. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം അല്ലേ. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം ഏത് ചുരമാണ്? ബോലൻ ചുരമാണ്. കേരളത്തിലേക്കുള്ള കവാടം ഏതാണ് വരിക? കേരളത്തിലേക്കുള്ള കവാടം ഏത് ചുരമാണ്? പാലക്കാട് ചുരം. ഡെക്കാനിലേക്കുള്ള താക്കോൽ എന്ന് പറഞ്ഞ ഏത് ചുരമാണ്? ഡെക്കാനിലേക്കുള്ള താക്കോൽ ഏത് ചുരമാണ്? അസീർഗട്ട് ചുരം. ഡെക്കാൻ അസീർഗട്ട് ചുരം. ഇനി ചുരങ്ങളുടെ നാടെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ലഡാക്കാണ്. ചുരങ്ങളുടെ നാട് ലഡാക്കാണ്. ഓക്കെ. ഇനി റോഹ്താങ് ചുരമുണ്ട്. അതായത് ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് എന്ന് പറയുന്നത് ചുരമാണ്. ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്ന ചുരമാണിത്, റോഹ്താങ് ചുരം. പിടഭൂമിയാണോ ഡൂണുകളാണോ സംശയമുള്ളത്. അപ്പോൾ ഏത് ചുരം എന്താണെന്ന് പറയാം? ചുരമാണെന്ന് പറയും അല്ലേ. റോഹ്താങ് എന്ന് പറയുന്ന ഹിമാലയത്തിൽ കാണപ്പെടുന്ന ചുരമാണിത്. ഹിമാചൽ പ്രദേശ് പടിഞ്ഞല്ലേ ഉള്ളൂ. ഇപ്പോൾ റോഹ്താങ്, ഷിപ്കില, ഹിമാചൽ പ്രദേശ്. രണ്ട് ചുരവും എന്താണ്? ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് താഴെപ്പറയുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? അതിൽ ഓപ്ഷൻസ് വരുന്നത് ഡൂണുകളെന്നും, നദികളെന്നും, പിടഭൂമികളെന്നും, ചുരമെന്നും ഉണ്ട്. അപ്പോൾ ചുരമെന്നാണ് ആൻസർ വരിക അല്ലേ. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ റോഹ്താങ് ചുരമാണെന്നുള്ളതാണ് കൊടുത്തത്. നെക്സ്റ്റ് വരുന്നത് മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? മൗണ്ട് K2 ഏതാണ്? കാരക്കോറം പർവ്വതനിര. ഏതാണ്? കാരക്കോറം പർവ്വതനിര. ഇനി കൃഷ്ണഗിരി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഇവിടെ കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിച്ച പർവ്വതനിര എന്ത് തന്നെയാണ്? കാരക്കോറമാണ്. മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കാരക്കോറം പർവ്വതനിര കാണപ്പെടുന്നു. ഇനി കൃഷ്ണഗിരി എന്ന സംസ്കൃത കൃതികളിൽ പരാമർശിക്കുന്ന പർവ്വതനിര, അതായത് കൃഷ്ണഗിരി കാരക്കോറത്തിന് പകരമുള്ളൊരു പദമാണെന്ന് കൃഷ്ണഗിരി എന്നാണ് പറയുക. ഓക്കെ. ഇനി റുഡ്യാർഡ് കിപ്ലിംഗ് കേട്ടിട്ടുണ്ടാവും. റുഡ്യാർഡ് കിപ്ലിംഗ് അല്ലേ. അദ്ദേഹം കിം എന്ന നോവലിൽ പരാമർശിച്ച പർവ്വതനിര ഏത് തന്നെയാണ്? കാരക്കോറമാണ്. റുഡ്യാർഡ് കിപ്ലിംഗ് കിം എന്ന നോവലിൽ പരാമർശിച്ച പർവ്വതനിര ഏതാണ്? കാരക്കോറമാണ്. അപ്പോൾ മൗണ്ട് K2 സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? കാരക്കോറമാണ് അല്ലേ. ഇനി കൃഷ്ണഗിരി എന്താണ്? സംസ്കൃതത്തിൽ കൃഷ്ണഗിരി എന്നാണ് അല്ലേ പറയുന്നത്. ആരെ പറയുന്നത്? ഈ കാരക്കോറത്തിന് പറഞ്ഞിട്ടുള്ളത്. സംസ്കൃത കൃതികളിൽ പറഞ്ഞേക്കുന്നത് കാരക്കോറം പർവ്വതത്തിന് എന്താ പറഞ്ഞേക്കുന്നത്? കൃഷ്ണഗിരി എന്നാണ്. സോ കൃഷ്ണഗിരി, കാരക്കോറം സെയിം തന്നെ. പക്ഷേ സംസ്കൃത കൃതികളിൽ കാരക്കോറത്തിന് പറയുന്നത് എങ്ങനെയാണ്? കൃഷ്ണഗിരി എന്നാണ്. ഇനി റുഡ്യാർഡ് കിപ്ലിംഗ് കിം എന്ന നോവലിൽ പരാമർശിക്കുന്ന പർവ്വതനിര ഏത് തന്നെയാണ്? കാരക്കോറം തന്നെയാണ്. ഇനി വടക്കുകിഴക്കൻ മലനിരകൾ എന്താ നമ്മൾ വിളിക്കുക? പൂർവാചൽ എന്നാണ് വിളിക്കുക. വടക്കുകിഴക്കൻ മലനിരകൾ എന്താണ്? പൂർവാചലാണ്. ഓക്കെ. അപ്പോൾ അവിടെ എന്തെല്ലാം കാണാം? പൂർവാചൽ കാണുന്നത് നോക്കിയേ, ഖാസി, ഗാരോ, ജയന്തിയ അല്ലേ. ഖാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗ, പട്കായ് എന്നീ മലനിരകളെല്ലാം ഇവിടെ കാണുന്നതാണ്? പൂർവാചലിൽ കാണുന്നതാണ്. ഖാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗ, പട്കായ്
ഇവയെല്ലാം എവിടെയാണ് കാണുക? പൂർവാചലിൽ കാണുന്നതാണ്. പൂർവാചൽ എന്താണ്? വടക്ക് കിഴക്കൻ മലനിരകളാണെന്ത്? പൂർവാചൽ. വടക്ക് കിഴക്കൻ മലനിരകളാണ് പൂർവാചൽ. അവിടെ കാണപ്പെടുന്ന മലനിരകളാണ് ഏതൊക്കെ? ഖാസി, ഗാരോ, ജയന്തിയ, മീസോ, നാഗ, പട്കായ് അല്ലേ. ഇനി ഈ ഖാസി, ഗാരോ, ജയന്തിയ എന്ന് പറയുന്നത് എവിടെ കാണുക? സംസ്ഥാനം ഏതാണ്? മേഘാലയയാണ്. ഖാസി, ഗാരോ, ജയന്തി എവിടെ കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഖാസി, ഗാരോ, ജയന്തി കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മേഘാലയമാണ്. ഓക്കെ, മേഘാലയമാണ്. ഇനി ഖാസി എന്ന് പറയുമ്പോൾ മൗസ് സിൻഡ്രോം സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏതാണ്? ഖാസിയാണ്. മൗസ് സിൻഡ്രോം അല്ലേ, മൗസ് സിൻഡ്രോം പഠിച്ചിട്ടുണ്ട് നമ്മളില്ലേ. മൗസ് സിൻഡ്രോം എന്താണ്? ഖാസി. മൗസ് സിൻഡ്രോം കാണപ്പെടുന്ന പർവ്വതനിര ഏതാണ്? ഖാസിയാണ് അല്ലേ. ഖാസി എവിടെ വരുന്നതാണ്? പൂർവാചൽ വരുന്നതാണ്. അപ്പോൾ ലുഷായ് കുന്നുകൾ കാണപ്പെടുന്ന ഇവിടെ തന്നെയാണ്? മിസോറം. ലുഷായ് കുന്നുകൾ എവിടെ വരുന്നത്? മിസോറാമിൽ വരുന്നു. മിസോറാം അല്ലേ, മിസോറാം. അപ്പം മേഘാലയ വരുന്ന ഏതൊക്കെയാണ്? ഖാസി, ഗാരോ, ജയന്തിയ മേഘാലയ വരുന്നു അല്ലേ. അതുപോലെ ലുഷായ് കുന്നുകളിവിടെ കാണുന്നുണ്ട്, മിസോറാം സംസ്ഥാനം. നെക്സ്റ്റ് വരുന്നത് ഉത്തര മഹാസമുദ്രം അല്ലേ. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലം ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി ഏതാണ്? ഉത്തര മഹാസമുദ്രം. ഭാരതീയ സംസ്കാരത്തിന് ഈറ്റില്ലം എന്താണ്? ഉത്തര മഹാസമുദ്രം. ഓക്കെ, കുറേയേറെ വിശേഷണങ്ങൾ ഉണ്ടല്ലേ. ഉത്തര മഹാസമുദ്രം രൂപം കൊള്ളുന്നത് എങ്ങനെയാണ് രൂപം കൊള്ളുക? ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ് ഉത്തര മഹാസമുദ്രം രൂപം കൊള്ളുന്നത്. ഹിമാലയൻ നദികളുടെ എക്കൽ നിക്ഷേപത്തിൻ്റെ ഫലമായിട്ടാണ് ഉത്തര മഹാസമുദ്രം രൂപം കൊള്ളുന്നത്. ഇനി രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം എന്താണ് അറിയപ്പെടുക? ഡോബ് എന്നാണ് അറിയപ്പെടുക. ഡോബ് എന്നാണ് അറിയപ്പെടുക. രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശം എന്താണ്? ഡോബ് എന്നാണ് അറിയപ്പെടുക. ഇനി പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന, അതായത് ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ പുതിയതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഏതാണ്? ഖാദറാണ്. എന്നാൽ ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം എന്താണ്? ഭംഗാർ എന്ന് പറയും അല്ലേ. പഴയ എക്കൽ നിക്ഷേപം എന്താണ്? ഭംഗാർ എന്ന് പറയും. പുതിയതപ്പോൾ ആരാണ്? ഖാദറും പഴയതാരാണ്? ഭംഗാർ എന്നുമാണ് പറയുന്നത്. ഉത്തര മഹാസമുദ്ര പ്രദേശങ്ങളിൽ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് ഖാദറാണ്. പഴയതായി കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം എന്താണ്? ഭംഗാർ എന്നും അറിയപ്പെടുന്നത്. ഭംഗാർ എന്നറിയപ്പെടുന്നില്ലേ. ഇനി ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയും. ഉപദ്വീപീയ പീഠഭൂമി ഒരു സെക്ഷനിൽ വരുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഭാഗം ഏതാണ്? വലിയ ഭൂഭാഗം എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. അതുപോലെ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ധാതുക്കളുടെ കലവറ അല്ലേ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ്റെ ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഏതൊക്കെ പറയുന്നുണ്ട്? ഒന്ന്, ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂഭാഗം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂഭാഗം ഏതാണ്? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂഭാഗം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഓക്കെ, ഇനി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ ആരാണത്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന ആരാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. നെക്സ്റ്റ് വരുന്നത് ആരവല്ലിയാണ്. അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ആരാണ്? ആരവല്ലിയാണ്. അതായത് ഭൂമുഖത്ത് നിന്നുള്ളതിൽ ഏറ്റവും പ്രാചീനമായ പർവ്വതനിര ഇന്ത്യയിലാണ് അല്ലേ. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട ഈ പർവ്വതനിര ആരാണ്? ആരവല്ലിയാണ്. 70 കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ട പർവ്വതനിര ആരാണ്? ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലിയാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീന പർവ്വതനിര ഏതാണ്? ആരവല്ലിയാണ്. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ കേട്ടോ, പ്രീവിയസ് ആണ്. നെക്സ്റ്റ് വരുന്നത്, ഇനി ഈ ആരവല്ലി പർവ്വതനിര വ്യാപിച്ച് കിടക്കുന്ന ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയെന്നറിയാം? ദേശീയോദ്യാനങ്ങൾ രത്തംബോറും സരിസ്കയുമാണ്. അതുപോലെ ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും പ്രസിദ്ധമായ സുഖവാസ കേന്ദ്രങ്ങൾ ഏതാണ് ആ കേന്ദ്രം? മൗണ്ട് അബു ആണ്. ഈ മൗണ്ട് അബു സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? രാജസ്ഥാനിലാണ്.
അപ്പോൾ രത്തംബോറും സരിസ്കയും എന്താണ്? ദേശീയോദ്യാനങ്ങൾ അല്ലേ? ആരവല്ലി പർവ്വതനിര വ്യാപിച്ച് കിടക്കുന്ന ദേശീയോദ്യാനങ്ങൾ എന്താണ്? രത്തംബോർ, സരിസ്കയാണ്. അപ്പോൾ ആരവല്ലി ഓർക്കുമ്പോൾ രത്തംബോർ, സരിസ്കയും ഓർക്കുക. മൗണ്ട് അബുവിനെ ഓർക്കുക. മൗണ്ട് അബു എന്താണ്? സുഖവാസ കേന്ദ്രമാണ്. മൗണ്ട് അബു എവിടെ സ്ഥിതി ചെയ്യുന്നു? രാജസ്ഥാനിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്താണ്? ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗുരുശിഖർ. മൗണ്ട് ഗുരുശിഖർ അതും എവിടെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ് അല്ലേ? ഇനി അതുപോലെ വേറൊരു പേര് എന്താണ്? ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും എന്താണ് ആ താഴ്വരയിൽ സ്ഥിതി ചെയ്യപ്പെടുന്ന നഗരം, ഒരു നഗരമുണ്ട്. നഗരം ഏതാണ്? അജ്മീറാണ്. അജ്മീർ. ആരവല്ലി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആരവല്ലി നിരയിൽ താഴ്വരയിൽ കാണപ്പെടുന്ന നഗരം എന്താണ്? നഗരം ഏതാണ്? അജ്മീറാണ് അല്ലേ? ഇനി ആരവല്ലി പർവ്വതനിരയിൽ കാണപ്പെടുന്ന ജൈനമത തീർത്ഥാടന കേന്ദ്രം ഏതാണ്? ദിൽവാര ക്ഷേത്രം. ഏതാണ്? ദിൽവാര ക്ഷേത്രം. അതുപോലെ ഈ ഹാൽഡിഘട്ട് ചുരം എന്ന് പറയും. ഹാൽഡിഘട്ട് ചുരം കാണപ്പെടുന്ന എവിടെയാണ്? സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ആരവല്ലിയിലാണ്. ഹാൽഡിഘട്ട് ചുരം കാണപ്പെടുന്ന ആരവല്ലി. അപ്പോൾ ആരവല്ലിയെക്കുറിച്ച് എന്തൊക്കെ പറയാൻ പറ്റും? ആരവല്ലി പർവ്വതനിരയിൽ കാണപ്പെടുന്ന ദേശീയോദ്യാനങ്ങൾ എന്താണ്? രത്തംബോറും സരിസ്കയുമാണ് അല്ലേ? അപ്പോൾ സുഖവാസ കേന്ദ്രം മൗണ്ട് അബു അല്ലേ? പിന്നെ ജൈനമത തീർത്ഥാടന കേന്ദ്രം എന്താണ്? ദിൽവാര ക്ഷേത്രം. അവിടുത്തെ ഉയരം കൂടിയ കൊടുമുടി എന്താണ്? മൗണ്ട് ഗുരുശിഖർ. താഴ്വരയിൽ കാണപ്പെടുന്ന നഗരം ഏതാണ്? അജ്മീർ. പിന്നെ ഒരു ചുരമുള്ള എന്താണ്? ഹാൽഡിഘട്ട് ചുരം അല്ലേ? പേര് മാത്രം വേണം പഠിക്കാൻ. രത്തംബോർ, സരിസ്കയുണ്ട്, മൗണ്ട് അബു ഉണ്ട്, ദിൽവാര ക്ഷേത്രമുണ്ട്, മൗണ്ട് ഗുരുശിഖറുണ്ട്, അജ്മീറുണ്ട്, ഹാൽഡിഘട്ട് ചുരമുണ്ട് അല്ലേ? ഹാൽഡിഘട്ട് ചുരമുണ്ട് ആരവല്ലിയിലുണ്ട്. ഓക്കെ, അത്രയും കൊണ്ട് ആരവല്ലി ഏറ്റവും പ്രായമുള്ള അല്ലേ, ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ആര് തന്നെയാണ്? ആരവല്ലി തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന പർവ്വതനിര ആരാണ്? തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും വേർതിരിക്കുന്ന ആരാണ്? വിന്ധ്യ പർവ്വതനിര. ഇനി സത്പുര റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷനാണ് പച്മർഹി. സത്പുര റാണി എന്നറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ്? പച്മർഹി എന്ന് പറയും. മധ്യപ്രദേശിലാണ് മധ്യപ്രദേശിലാണ്. ഇനി സത്പുര പർവ്വതനിരയിൽ ഏറ്റവും ഉയരം കൂടി പർവ്വതനിര ഏത് തന്നെയാണ്? ധൂപ്ഖാർഗ് എന്ന് പറയും. സത്പുരയിലുള്ള ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ധൂപ്ഖാർഗ്. സത്പുരയെ ഓർക്കുമ്പോൾ ധൂപ്ഖാർഗും കൂടി ഓർക്കുക കേട്ടോ. അതും മധ്യപ്രദേശ് തന്നെയാണ്. സത്പുരയുടെ ഹിൽ സ്റ്റേഷൻ സത്പുര റാണി പച്മർഹിയാണ്. അല്ലെ ഏറ്റവും ഉയരം കൂടി പർവ്വതനിര ഏതാണ്? ധൂപ്ഖാർഗാണ്, മധ്യപ്രദേശ് തന്നെയാണ്. ഇനിയും വരുന്ന അസീർഗഡ് ചുരം അല്ലേ? മുമ്പ് അസീർഗഡ് ചുരം എന്ന് പറയുമ്പോൾ ഇവിടെ കാണുന്നത് സത്പുരയെ കാണപ്പെടുന്നതാണ്. സത്പുര റാണി പച്മർഹിയാണ്. അതിലെ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ആരാണ്? ധൂപ്ഖാർഗാണ്, മധ്യപ്രദേശിലാണ് കാണപ്പെടുക അല്ലേ? സത്പുരയിൽ കാണപ്പെടുന്ന ചുരം ഏതാണ്? അസീർഗഡ് ചുരമാണ്. ഏതാണ്? അസീർഗഡ് ചുരമാണ്. ഓക്കെ അല്ലേ? ഇനി നേരത്തെ പറഞ്ഞ വിന്ധ്യ അല്ലേ? വിന്ധ്യ പർവ്വതം പറഞ്ഞില്ലേ? തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും വേർതിരിക്കുന്ന പർവ്വതനിര വിന്ധ്യ പർവ്വതനിര പറഞ്ഞില്ലേ? ആ വിന്ധ്യ സാത്പുര പർവ്വതനിരയെ വിന്ധ്യ സാത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പീഠഭൂമി എന്താണ്? മൈക്കില നിരകൾ എന്ന് പറയും. ഏതാണ്? മൈക്കില നിരകൾ. വിന്ധ്യ സാത്പുര പർവ്വതനിരയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വിന്ധ്യയെയും സാത്പുര പർവ്വതനിരയെ ബന്ധിപ്പിക്കുന്ന താണെന്ത്? മൈക്കില നിരകൾ എന്ന് പറയും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്താണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ് അല്ലേ? ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂഭാഗം ആരാണ്? ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഏത്? ധാതുക്കളുടെ കലവറ അല്ലേ? ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപം കൂടുതലുള്ള മേഖല ഏതാണ്? ഛോട്ടാ നാഗ്പൂറാണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ ധാതു നിക്ഷേപങ്ങൾ ഏറ്റവും കൂടുതലുള്ള മേഖല ഏതാണ്? ഛോട്ടാ നാഗ്പൂറാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നും ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി അറിയപ്പെടുന്നു. ഓക്കെ അല്ലേ? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിൽ ഒഴുകുന്ന നദിയാണേത്? ദാമോദർ അല്ലേ? അതുപോലെ അവിടുത്തെ ഏറ്റവും ഉയർന്ന ഭാഗം ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ കാണപ്പെടുന്ന നദി ഏതാണ്? ഇതിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ദാമോദർ അല്ലേ?
ഇനി അവിടുത്തെ എന്താണ് പറയുക, ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? പരേഷ്നാഥ് കുന്നുകൾ അല്ലേ. അപ്പോൾ ഛോട്ടാനാഗ്പൂർ പീഠഭൂമി ബന്ധപ്പെട്ടത് ഏതൊക്കെയാണ്? ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്ന് പറയാം അല്ലേ. അതിലുള്ള നദി ദാമോദർ നദിയാണ് അല്ലേ. ഏറ്റവും ഉയർന്ന കുന്ന് എന്താണ്? ഏറ്റവും ഉയർന്ന ഭാഗം ഏതാണ്? പരേഷ്നാഥ് കുന്നുകൾ എന്ന് പറയും അല്ലേ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. വിസ്തൃതിയുള്ള പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവ പീഠഭൂമി എന്താണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി ഏതാണ്? ഡെക്കാൻ പീഠഭൂമിയാണ്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ത്രികോണാകൃതി സ്ഥിതി ചെയ്യുന്നതാണെന്ത്? ഡെക്കാൻ പീഠഭൂമി. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണിത് ഡെക്കാൻ പീഠഭൂമി. ഓക്കെ, അപ്പോൾ ഡെക്കാൻ പീഠഭൂമി ഓർത്തിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമി, ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയുള്ള പീഠഭൂമി, പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയിൽ ത്രികോണാകൃതിയിൽ സ്ഥിതി ചെയ്യുന്നതാണിത് ഡെക്കാൻ പീഠഭൂമി. ഇനി വരുന്നത് ഒരു മാൾവാ പീഠഭൂമി എന്ന് പറയുന്നത്. മാൾവാ പീഠഭൂമി എന്താണ്? വിന്ധ്യാപർവ്വതത്തിനും വിന്ധ്യയ്ക്കും അതുപോലെ ആരവല്ലിക്കും ഇടയിൽ കാണപ്പെടുന്നതാണെന്ത്? മാൾവാ പീഠഭൂമി. വിന്ധ്യാപർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണെന്ത്? മാൾവാ പീഠഭൂമി. അതുപോലെ വേറൊരെണ്ണമുണ്ട് കർണാടക പീഠഭൂമി എന്ന് പറയും. അതായത് കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബാ ബുദാൻ കുന്നുകൾ കേട്ടിട്ടുണ്ടോ? ബാബാ ബുദാൻ കുന്നുകൾ കാപ്പിത്തോട്ടമാണ്. ബാബാ ബുദാൻ കുന്നുകൾ എവിടെയുള്ളത്? കർണാടക പീഠഭൂമിയിലുള്ളത്. കാപ്പിത്തോട്ടങ്ങൾ ബാബാ ബുദാൻ കുന്നുകളാണ് അല്ലേ. അത് ഓർക്കുക, കർണാടക പീഠഭൂമി. കാപ്പിത്തോട്ടം കർണാടക ഓർക്കാൻ എളുപ്പമുണ്ടല്ലോ. ഇനി കർണാടക പീഠഭൂമിയുടെ മറ്റൊരു പേര് വേറൊന്ന് മൈസൂർ പീഠഭൂമി എന്ന് പറയും. മൈസൂർ എന്നും പറയാറുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ. ഇനി ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? അറിയാം, ലഡാക്കാണ്. ആരാണത്? ലഡാക്കാണ്. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏതാണ്? ഉയരത്തിലാണ്, ലഡാക്കാണത്. ഇനി അറബിക്കടലിന് സമാന്തരമായിട്ട് കാണപ്പെടുന്ന പർവ്വതനിര പശ്ചിമഘട്ടം. ഇത് സിമ്പിൾ ചോദിക്കാം അല്ലേ. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന ആരാണ്? പൂർവ്വഘട്ടം. അറബിക്കടലിന് സമാന്തരമായി പശ്ചിമഘട്ടമാണെങ്കിൽ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായിട്ട് എന്താണ്? പൂർവ്വഘട്ടമാണ് അല്ലേ. ഇനി ആനമുടിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ആനമുടി എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയെക്കുറിച്ച് പറയാതെ പോകാൻ പറ്റില്ല അല്ലേ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ആനമുടി എന്താണ്? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. 2695 മീറ്ററാണ് അതിൻ്റെ ഉയരം അല്ലേ. ആനമുടി ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ഓക്കെ അല്ലേ. ഇനി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ്. അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണെന്ന് പശ്ചിമഘട്ടം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആര്? ആനമുടി. ഇനി ആനമുടിക്കിടയുള്ള ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം അല്ലേ. അവിടെ കുറച്ച് മലകളുണ്ട്, അറിയാം. ആനമുടിക്കകത്തുള്ള മലകൾ ഏതൊക്കെയാണ്? ആനമല, ഏലമല, പളനിമല എന്നൊക്കെ പറയും അല്ലേ. അതൊക്കെ സംഗമിക്കുന്ന എവിടെയാണ്? ആനമുടിയിലാണ്. ഓക്കെ അല്ലേ. ഇനി ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണ്. അപ്പോൾ ആനമുടി കുറച്ച് പ്രത്യേകതയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടിയാണ് അല്ലേ. ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടി. നമ്മൾ പഠിച്ചു വയ്ക്കും. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണെന്ന് പഠിച്ചു വയ്ക്കും. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി എന്ന് പഠിച്ചു വയ്ക്കും. എന്നാൽ അടുത്തതോ ഹിമാലയത്തിന് തെക്കുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടി ആനമുടിയാണെന്ന് പഠിച്ചു വെക്കണം. ഓക്കെ അല്ലേ. ഇനി വേറുണ്ട്, എന്താ പറയുക, പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന സ്ഥലം. അപ്പോൾ ഞാൻ പശ്ചിമഘട്ടം പറഞ്ഞില്ലേ, അറബിക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന ഭാഗമാണിത് പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിര എന്താണ്? പൂർവ്വഘട്ടം. ഈ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്ക് സന്ധിക്കുന്ന സ്ഥലം എന്താണ്? നീലഗിരിയാണ്. പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും സന്ധിക്കുന്ന സ്ഥലം നീലഗിരിയാണ്. നീലഗിരി കുന്നുകളിൽ അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതാണ്? ദോഡാബേട്ട. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്. നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം എന്താണ്? ദോഡാബേട്ടയാണ്. കേട്ടോ. അവിടെ താമസിക്കുന്ന ആദിവാസി വിഭാഗം ഏതാണ്?
തോടറാണ്. എവിടെയാണ്? നീലഗിരി കുന്നുകളിൽ തോടറാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി പൂർവ്വഘട്ടത്തിൽ കാണപ്പെടുന്ന കുറച്ച് കുന്നുകളുണ്ട്. നല്ലമല, പളനിയൊക്കെ എന്താണ്? പൂർവ്വഘട്ടം. അതുപോലെ പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമുണ്ട്, മഹേന്ദ്രഗിരി കുന്നുകൾ. തമിഴ്നാട്ടിൽ കാണപ്പെടുന്നതാണ് മഹേന്ദ്രഗിരി കുന്നുകൾ. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതം മഹേന്ദ്രഗിരി. അതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മഹേന്ദ്രഗിരി കുന്നുകൾ എന്നാണ് ആൻസർ വരുന്നത്. പൂർവ്വഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണിത്, മഹേന്ദ്രഗിരി കുന്നുകൾ. ഓക്കെ. എന്നാൽ പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഉയരമുള്ള കൊടുമുടി എന്ന് പറഞ്ഞാൽ ഏതാണെന്നറിയോ? ജിൻദാഖഡ. പൂർവ്വഘട്ടം കേട്ടോ, ജിൻദാഖഡ. പൂർവ്വഘട്ടമാണ് ജിൻദാഖഡ പർവ്വതം. പൂർവ്വഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ജിൻദാഖഡ. ഇനി ഒരു ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിരെന്താണ്? ഡെക്കാൻ പീഠഭൂമി പഠിച്ചു കഴിഞ്ഞല്ലോ അല്ലേ? അതിൻ്റെ കിഴക്കേ അതിരെന്ന് പറയുന്നത് പൂർവ്വഘട്ടമാണ്. ഓക്കെ. പൂർവ്വഘട്ടത്തിന് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ജിൻദാഖഡ പർവ്വതമാണ്. ഈ ജിൻദാഖഡ പർവ്വതം കാണുന്ന എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ഓക്കെ അല്ലേ? പൂർവ്വഘട്ടത്തിൻ്റെ രണ്ടാമത്തെ ഉയരം കൂടി കൊടുമുടി പർവ്വതം ഏതാണ്? മഹേന്ദ്രഗിരിയാണ്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി അടുത്ത കണ്ടൻറ്റുമായിട്ട് ഞാൻ വരാം. തീരപ്രദേശമുണ്ട്. അടുത്ത കണ്ടൻറ്റ് തീരപ്രദേശമാണ്. അതുപോലെ നദികളെക്കുറിച്ചുണ്ട് അല്ലേ? ദ്വീപുകളുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിന് അതിലെ ഭൂപ്രകൃതി പോലും അവസാനിക്കുന്നുള്ളൂ അല്ലേ? കണ്ടൻറ്റ് നോക്കാം. താങ്ക് യു വാച്ചിങ്.